Hello everyone. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ DR സിസ്റ്റത്തിൽ പ്രത്യേകിച്ചും ഫ്യൂജി ഫിലിം കമ്പനിയുടെ DR സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന GL പാനൽസിനെ കുറിച്ചാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് GL പാനൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റർ അനാറ്റമിക് കവറേജ് വേണ്ടുന്ന എക്സ്റേസ് ഒറ്റ ഫിലിമിൽ ഒറ്റ എക്സ്പോഷറിൽ എടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് GL പാനൽസ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ചും ലോങ് ലെഗ് വ്യൂസും അതുപോലെ ഹോൾ സ്പൈൻ വ്യൂസിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലോങ് ലെഗ് വ്യൂ എന്ന് പറയുമ്പം നമ്മുടെ പെൽവിസ് തൊട്ട് ആങ്കിൾ വരെയുള്ള ഏരിയ ഒറ്റ ഫിലിമിൽ ഇമേജ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് ലോങ് ലെഗ് വ്യൂ. ഹോൾ സ്പൈൻ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സെർവിക്കൽ സ്പൈൻ തൊട്ട് സേക്രം കോസിക്സ് വരെ ഒറ്റ ഫിലിമിൽ ഇമേജ് ചെയ്യുന്ന വ്യൂ ആണ് ഹോൾ സ്പൈൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഈ രണ്ട് വ്യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ GL പാനൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ GL പാനൽസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഒരു DR സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റിച്ചിങ് പ്രോസസ്സിലൂടെ കണ്ടിന്യൂസ് എക്സ്പോസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഗ്രേറ്റർ അനാറ്റമിക് കവറേജ് വേണ്ടുന്ന വ്യൂസ് നമ്മൾ എടുക്കാറ്. ഓക്കെ, അപ്പോൾ GL പാനൽസ് ഉപയോഗിക്കുമ്പം നമുക്ക് ഈ കണ്ടിന്യൂസ് എക്സ്പോഷേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സ്പോഷേഴ്സ് ഇല്ലാതെ സിംഗിൾ എക്സ്പോഷറിൽ ഒറ്റ ഇമേജായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് GL പാനൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ഈസി പേഷ്യൻറ്റ് പൊസിഷനിങ് ആണ്. അതായത് പേഷ്യൻസിനെ നമുക്ക് ഈസി ആയിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ പേഷ്യൻസിന് ഇത് കംഫർട്ടബിൾ ആണ്. കാരണം മിനിമം ടൈമിൽ, അതായത് ഫ്യൂ സെക്കൻഡ്സ് മതി നമുക്ക് ഇത്തരത്തിലൊരു ഇമേജ് എടുക്കാൻ. അതുകൊണ്ട് ഒരുപാട് നേരം അവരിങ്ങനെ സ്റ്റില്ലായിട്ട് അറ്റൻഷനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പേഷ്യൻസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ആർട്ടിഫാക്ട്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ റേഡിയേഷൻ ഡോസ് കുറവാണ്, മിനിമൽ റേഡിയേഷൻ ഡോസാണ് ഇവിടെ. അതുകൊണ്ട് അധികം റേഡിയേഷൻ ഡോസ് ഇല്ലാതെ തന്നെ പേഷ്യൻ്റ് സേഫ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് GL പാനൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 17x49 ഇഞ്ചസ് ആണ്. അതായത് പലതരത്തിലുള്ള പേഷ്യൻ്റ് സൈസിനെ നമുക്ക് ഈ ഒരു വലിയ സൈസ് GL പാനൽസ് ഉള്ളത് കൊണ്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അനാറ്റമി കട്ട് ഓഫ് ഇല്ലാതെയും റിപ്പീറ്റ് എക്സ്പോഷേഴ്സ് ഇല്ലാതെയും നമുക്ക് ഇത്തരത്തിലുള്ള വലിയൊരു GL പാനൽ ഉണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ എക്സ്പോഷറിൽ കുറഞ്ഞ റേഡിയേഷനിൽ എന്നാൽ ഇമേജ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും വരുത്താതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വ്യൂസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോസ് കുറവാണ്, ലോ ഡോസാണ്. അതുപോലെ സിംപ്ലിഫൈഡ് ഇമേജ് അക്വിസിഷൻ ആണ്. ഒറ്റ എക്സ്പോഷറിൽ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വ്യൂ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സിംഗിൾ എക്സ്പോഷർ ക്യാപ്ചറാണ്. ഒറ്റ എക്സ്പോഷറിൽ നമുക്ക് ഇമേജ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തേന്ന് പറയുന്നത് പേഷ്യൻ്റ് സേഫ്റ്റി കൂടുതലാണ്, കാരണം റേഡിയേഷൻ കുറവാണ്. അതുപോലെ തന്നെ പേഷ്യൻ്റ് കംഫർട്ടും കൂടുതലാണ്, കാരണം മിനിമം ടൈം കൊണ്ട് അധികം നേരം പേഷ്യൻറ്റിനെ ഒറ്റ ഒരു പൊസിഷനിൽ നിർത്താതെ നമുക്ക് മിനിമം ടൈം കൊണ്ട് ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ഇമേജസ് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് നമ്മൾ ചില ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് വെർച്വൽ ഗ്രിഡ് ടെക്നോളജിയാണ്. രണ്ടാമത്തേത് റിഫൈൻഡ് ഡൈനമിക് വിഷ്വലൈസേഷൻ ഇമേജ് പ്രോസസ്സിംഗ്. മൂന്നാമത്തേത് ഇറാഡിയേറ്റഡ് സൈറ്റ് സാമ്പിളിംഗ് ക്യാപ്ചർ ടെക്നോളജി. നാലാമത്തേത് സ്മാർട്ട് സ്വിച്ച് ടെക്നോളജി. ഇത്രയും ടെക്നോളജീസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെർച്വൽ ഗ്രിഡ് ടെക്നോളജി എന്ന് പറയുമ്പം നമ്മൾ ചില ഏരിയാസ് എക്സ്റേ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് പെൽവിസ്, സ്പൈന് ഒക്കെ നമ്മൾ ഒരു സ്റ്റാൻഡിങ് ബക്കിയിൽ ചെയ്യുമ്പം നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഡിവൈസും ഉപയോഗിക്കും, സ്കാറ്റേർഡ് റേഡിയേഷൻ കുറയ്ക്കാനും അതുപോലെ ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടാനും. പക്ഷേ ഗ്രിഡ് ഉപയോഗിക്കുമ്പം ജനറലി റേഡിയേഷൻ ഡോസ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രിഡ് ഉപയോഗിക്കുന്നില്ല. ഇവിടെ വെർച്വൽ ഗ്രിഡ് ടെക്നോളജിയാണ്. അതായത് ഗ്രിഡ് ഇല്ലാതെ
അല്ലാതെ തന്നെ ഗ്രിഡിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഇമേജിൽ കിട്ടുന്ന ഒരു ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ ഡോസ് കുറവായിരിക്കും, എന്നാൽ റേഡിയേഷൻ്റെ ക്ലാരിറ്റിയിലോ കോൺട്രാസ്റ്റിലോ യാതൊരു കോംപ്രമൈസും ഇവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് വെർച്വൽ ഗ്രിഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് റിഫൈൻഡ് ഡൈനമിക് വിഷ്വലൈസേഷൻ ഇമേജ് പ്രോസസ്സിംഗ്, ഈ രണ്ടാമത്തെ ടെക്നോളജി. ഓക്കെ, അപ്പം ഈ ടെക്നോളജി എന്ന് പറയുമ്പം ഇതിനകത്ത് ഇവർ ഡൈനമിക് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ എത്ര ഏരിയ എക്സ്പോസ് ചെയ്യുന്നുണ്ടോ ആ എക്സ്പോഷർ ഏരിയയിൽ നിന്നുള്ള കോൺട്രാസ്റ്റ് ലെവൽസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഇമേജ് ഡിസ്പ്ലേ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് എക്സ്പോഷർ ഫീൽഡിൽ നിന്നുമുള്ള കോൺട്രാസ്റ്റ് ലെവൽ റെക്കഗ്നിഷനിലൂടെയാണ് ഇമേജ് ഡിസ്പ്ലേ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് ഡൈനാമിക് വിഷ്വലൈസേഷൻ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ISS ക്യാപ്ചർ ടെക്നോളജി. ഓക്കെ, ISS ക്യാപ്ചർ ടെക്നോളജി എന്ന് പറയുമ്പം ഇതിനകത്ത് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ISS ക്യാപ്ചർ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തേത് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ലഭിക്കും. രണ്ടാമത്തേത് ഇമേജിൻ്റെ ഷാർപ്നെസ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഡോസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് സ്കാറ്റേർഡ് റേഡിയേഷൻ മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്സ്റേ അറ്റിന്യുവേഷനും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടാനും ഡോസ് കുറവ് അല്ലെങ്കിൽ മിനിമം ഡോസിൽ ഇമേജ് ക്വാളിറ്റി കൂട്ടാനും ഈ ഒരു ടെക്നോളജി സഹായിക്കും. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ISS ക്യാപ്ചർ ടെക്നോളജി ഉള്ള ഡിറ്റക്ടേഴ്സാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ ഡിറ്റക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മളിവിടെ ISS ക്യാപ്ചർ ടെക്നോളജി ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഡിറ്റക്ടേഴ്സാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്കാറ്റേർഡ് റേഡിയേഷൻ മാക്സിമം കുറച്ച് ഡോസ് കുറച്ച് എക്സലൻറ്റ് ഇമേജസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ ടെക്നോളജി എന്ന് പറയുന്നത് സ്മാർട്ട് സ്വിച്ച് ടെക്നോളജിയാണ്. സ്മാർട്ട് സ്വിച്ച് ടെക്നോളജി എന്ന് പറയുമ്പം ഇതിനകത്ത് ഈ GL പാനലും എക്സ്റേ ജനറേറ്റേഴ്സും തമ്മിൽ വയേർഡ് കണക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്സ്റേ സോഴ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഓട്ടോമാറ്റിക് എക്സ്റേ ഡിറ്റക്ഷൻ ആണ് നടക്കുന്നത്. അതായത് നമ്മളൊരു ട്യൂബ് സെറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എക്സ്റേ സോഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ എക്സ്റേ ജനറേറ്റേഴ്സുമായിട്ട് പ്രത്യേകിച്ച് വയേർഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഇവിടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് എക്സ്റേ സോഴ്സ് ഉപയോഗിച്ചും നമുക്ക് GL പാനൽസ് ഉപയോഗിക്കാവുന്നതാണ്. ഈ GL പാനൽസ് നമുക്ക് വേറെ എക്സ്റേ റൂമിലേക്ക് GL പാനൽസ് കൊണ്ടുപോയിട്ടാണെങ്കിലും നമുക്ക് മറ്റ് ഇക്വിപ്മെൻറ്റ്സ് എക്സ്റേ ട്യൂബിൻ്റെ കൂടെയും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനിയും ഇത്തരത്തിലാണ് നമുക്കിവിടെ ഇമേജസ് കിട്ടുന്നത്. ഒന്ന് ആദ്യം കാണിച്ചേക്കുന്നത് ലാറ്ററൽ ഇമേജാണ്, രണ്ടാമത് കാണിച്ചേക്കുന്നത് AP ഇമേജാണ് ഹോൾ സ്പൈൻ്റെ, മൂന്നാമത് കാണിച്ചേക്കുന്നതാണ് ലോങ് ലെഗ് വ്യൂ. ഓക്കെ, മെയിനായിട്ടും ഈ ഇമേജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ GL പാനൽസ് ഉപയോഗിക്കുന്നത്. ഇനി GL പാനൽസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ നമുക്ക് കാണാം. ഈ കാണുന്ന ഡിവൈസാണ് GL പാനൽ എന്ന് പറയുന്നത്. ഈ GL പാനൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോങ് ലെഗ് വ്യൂസ്, അതായത് പെൽവിസ് തൊട്ട് ആങ്കിൾ വരെയുള്ള സിംഗിൾ ഫിലിമിൽ കിട്ടുന്ന വ്യൂസും അതുപോലെ തന്നെ ഹോൾ സ്പൈൻ വ്യൂസ്, അതായത് C സ്പൈൻ തൊട്ട് നമ്മുടെ സേക്രം കോസിക്സ് വരെ ഉള്ള ഭാഗങ്ങൾ നമുക്ക് ഒറ്റ ഇമേജായിട്ട് കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഈ GL പാനൽ. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് കാണാം ഇവിടെ ഒരു മെറ്റലിക് സ്കെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. കൂടുതലായിട്ടും ലോങ് ലെഗ് വ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സ്കെയിൽ അറ്റാച്ച് ചെയ്ത് ഇമേജ് എടുക്കുന്നത്. അതായത് മെഷർമെൻറ്റ്സ് അറിയാനായിട്ടാണ് നമ്മൾ ഈ സ്കെയിൽ അറ്റാച്ച് ചെയ്തിട്ട് ലോങ് ലെഗ് വ്യൂസ് എടുക്കുന്നത്. അതേസമയം ഹോൾ സ്പൈൻ വ്യൂസ് എടുക്കുമ്പം നമ്മൾ ഈ സ്കെയിൽ യൂസ് ചെയ്യാറില്ല. ഇനിയും ഈ സൈഡിൽ കാണുന്ന ഹാൻഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ലോങ് ലെഗ് വ്യൂസ് വേണമെങ്കിൽ ഈ GL പാനൽ നമ്മൾ ഏറ്റവും
ലോവർ ലെവലിലേക്ക് നമ്മൾ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അതേസമയം നമുക്ക് ഹോൾ സ്പൈൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ GL പാനൽ മുകളിലേക്ക് നമുക്ക് പൊക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഏത് ബോഡി പാർട്ടാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഈ GL പാനൽ മേളിലേക്കും താഴേക്കും പൊക്കാനും താക്കാനുമായിട്ട് സാധിക്കും. സോ ഇവിടെ നമുക്ക് കാണാം, ഇതാണ് ഹാൻഡിൽ. ഇത് ചെറുതായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് മേളിലേക്കും, അതായത് പേഷ്യൻ്റെ ഹൈറ്റ് അനുസരിച്ച് മേളിലോട്ടും അതുപോലെ തന്നെ താഴോട്ടും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ കൺസോള്. GL ഇമേജസ് എടുക്കാൻ ഉപയോഗിക്കുന്ന മോണിറ്ററിലെ കമ്പ്യൂട്ടർ സ്ക്രീനാണിത്. ഇതാണ് നമ്മുടെ കൺട്രോൾ പാനൽ. ഈ കൺട്രോൾ പാനൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ GL പാനലിൻ്റെ മെനു സെലക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെയാണ് നമ്മുടെ GL പാനലിൻ്റെ മെനു. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതാണോ ചെയ്യുന്നത്, ഹോൾ സ്പൈൻ ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ഡിപ്പെൻസ്, ഓരോ ഏജ് ഗ്രൂപ്പിൻ്റെ ഉണ്ട്. ഹോൾ ലെഗ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്യൂബും GL പാനലും കൂടി അലൈൻ ചെയ്യുന്നത്. ട്യൂബും GL പാനലും കൂടെ അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിമോട്ട് ഇതാണ്. അപ്പോൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ മെനു സെലക്ട് ചെയ്തിട്ട് ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ട്യൂബ് GL പാനലുമായിട്ട് അലൈൻ ചെയ്യും. സോ നമ്മൾ ആ റിമോട്ട് പ്രസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ട്യൂബ് റൊട്ടേറ്റ് ചെയ്ത് GL പാനലുമായിട്ട് അലൈൻ ചെയ്യും. ഇതാണ് നമ്മുടെ എക്സ്റേ ട്യൂബ്. ഇത് ഓട്ടോമാറ്റിക്കലി GL പാനലുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കൊളിമേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ പേഷ്യൻറ്റ്. നമുക്ക് കാണാൻ പറ്റും കൊളിമേഷൻ ലൈറ്റ് നമുക്ക് പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഇമേജ് ആയതുകൊണ്ട് ഞാനൊരു ചെറിയ കൊളിമേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്ത് പ്രോപ്പറായിട്ട് കൊളിമേറ്റ് ചെയ്ത്, അതായത് എത്ര അനാട്ടമിക് കവറേജ് ആണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ കൊളിമേറ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്ത് നിർത്തുക. അതിനുശേഷം നമുക്ക് കൺസോളിലേക്ക് പോയിട്ട് നമുക്ക് എക്സ്പോസ് ചെയ്യാം. അപ്പോൾ എക്സ്പോസ് ചെയ്യുമ്പം നമുക്ക് ജസ്റ്റ് നോർമൽ, നമ്മളെങ്ങനെ ഒരു നോർമൽ എക്സ്റേ എടുക്കുന്നോ അതുപോലെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺട്രോൾ പാനൽ. അപ്പം ഇവിടെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന പോലെ നോർമലായിട്ട് ചെയ്യുന്ന എക്സ്പോഷറാണ് നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജ്. ഓക്കെ, നമ്മൾ കൊളിമേറ്റ് ചെയ്ത് എക്സാക്ട്ലി ആ ഒരു റീജിയനാണ് നമുക്കിവിടെ ഇമേജായിട്ട്, അതായത് എത്ര കൊളിമേഷൻ നമ്മൾ കൊടുക്കുന്നോ അത്ര ഏരിയ ഓഫ് കവറേജ് നമുക്ക് ഇതേപോലെ ഒറ്റ ഫിലിമിൽ ഒറ്റ ഇമേജായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ എക്സ്പോഷേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, മറ്റ് രീതിയിലുള്ള സ്റ്റിച്ചിങ് പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സിംഗിൾ എക്സ്പോഷറിൽ തന്നെ നമുക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് ഇമേജ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് GL പാനൽ എന്ന് പറയുന്നത്.